Hi, hello, welcome to Competitive Cracker. എൻ്റെ പേര് അനുശ്രീ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് CPO എക്സാംസിനൊക്കെ ചോദിച്ചു വന്നിട്ടുള്ള ഇക്കണോമിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് എത്ര മാർക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് എല്ലാവരും കമൻസിൽ പറയുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. PSC പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഹരിത വിപ്ലവം. നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. നോക്കിക്കേ. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. ഇത്തരത്തിൽ 4 സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഇത് നോക്കുമ്പോൾ നമുക്ക് വളരെ ഈസിലി നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസിൽ ഏതൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാം? നമുക്ക് എയും എലിമിനേറ്റ് ചെയ്ത് കളയാം, സിയും എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പം നമ്മൾ 50-50 എത്തി 2 ഓപ്ഷൻസിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. ഇനി നിങ്ങൾ ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് നോക്കുമ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ? ശരിയാണല്ലേ. ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും വലിയൊരു റിസൾട്ടാണ് നമ്മൾ ഫുഡ് ക്രോപ്സിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടി എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കുക. ഏത് ഓപ്ഷനാണ് ബാക്കിയുള്ളത്? ഓൾ ഓഫ് ദി എബവ് ആണ്. അപ്പം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും എന്താണ്? 4 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഈ ഗ്രീൻ റെവല്യൂഷൻ എന്ന ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ ഗ്രീൻ റെവല്യൂഷനിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏതെന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കാർഷിക രംഗം പഠിക്കുമ്പം നിങ്ങൾ കൃത്യമായിട്ടും പലതരം വിളകളെ പറ്റി അറിഞ്ഞിരിക്കണം. അപ്പം നാണ്യവിളകളിൽ ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നാണ്യവിള അല്ലാത്തത് ഏതെന്നായിരുന്നു ചോദ്യം. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ചോളമാണ്. അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകൾ ഏതൊക്കെ, ധാന്യവിളകൾ ഏതൊക്കെ, നാണ്യവിളകൾ ഏതൊക്കെ എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ഐഡന്റിഫൈ ചെയ്യണം? കീവേഡ് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്. അപ്പം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക. നമുക്കിവിടെ 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഒരു എക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമുക്ക് 4 പ്രോബ്ലംസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഇത്തരത്തിൽ 4 പ്രോബ്ലംസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻസിൽ ഇല്ലാത്തത് ഏതാണ്? ഈ ഓപ്ഷൻസിൽ ഇല്ലാത്തത് ഓപ്ഷൻ ബി എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അതായത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ എക്കോണമി അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ സെൻട്രൽ പ്രോബ്ലം അല്ല. ബാക്കി 3 എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതും എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതും ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതും എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കണ്ടോ, വീണ്ടും ഹരിത വിപ്ലവത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കീവേഡ് ഐഡന്റിഫൈ ചെയ്തല്ലോ. ഏതാ ചോദിച്ചിരിക്കുന്നത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. തേർഡ് സ്റ്റേറ്റ്മെന്റ് സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഇത്തരത്തിൽ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതെല്ലാം? അതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ വന്നിരിക്കുന്നത് ഈ 3 സ്റ്റേറ്റ്മെന്റ്സും എന്താണ്? 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആദ്യത്തെ 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ
പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പഞ്ചവത്സര പദ്ധതി എന്ന ടോപ്പിക്കിലേക്ക് കടന്നു. പഞ്ചവത്സര പദ്ധതികളുടെ ഇമ്പോർട്ടൻസ് എന്താ? നമ്മൾ PSCയുടെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നും ഏതായിരിക്കും? 5 ഇയർ പ്ലാൻസിൽ നിന്നുള്ളതായിരിക്കും. അപ്പോൾ നോക്കി, അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ 5 ഇയർ പ്ലാൻസിന്റെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഇത് നോക്കിയാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോളൂ. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞു. ഇത്തരത്തിൽ 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. കുറച്ച് നിങ്ങൾ അത്യാവശ്യം പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം നോളജ് ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ ഈ 2 സ്റ്റേറ്റ്മെന്റ്സും എന്താണ്? 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ആദ്യം നിങ്ങൾ എന്താണ് ഒരു പദ്ധതി എന്ന് പഠിക്കുക. അതായത് പ്ലാനിംഗ് കമ്മീഷനെ പറ്റി പഠിക്കണം, നീതി ആയോഗിനെ പറ്റി പഠിക്കണം, പ്ലാനിംഗ് കമ്മീഷൻ കോമ്പോസിഷനും അത് വന്ന ടൈമും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നമുക്ക് 12 പഞ്ചവത്സര പദ്ധതികളാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ 12 പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുമ്പോഴും നിങ്ങൾ ഓരോ പഞ്ചവത്സര പദ്ധതികൾ വന്ന ആ ഒരു ടൈം പീരീഡ് അല്ലെ, ആ ഒരു വർഷം അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഈ സമയത്ത് പ്രധാനമന്ത്രിമാർ ആരായിരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ ഓരോ പഞ്ചവത്സര പദ്ധതികളും പല മോഡലുകളിൽ അറിയപ്പെടാറുണ്ട് അല്ലെ. ഹരോ ഡോമർ മോഡൽ, മഹാലനോബിസ് മോഡൽ, അങ്ങനെ പല മോഡലുകളിൽ അറിയപ്പെടാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇതിൻ്റെയൊക്കെ മോഡൽസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഓരോ പഞ്ചവത്സര പദ്ധതികളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അല്ലേ, എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അത് അറിഞ്ഞിരിക്കുക. പിന്നെ 1, 2, 5, 7, 9, 10, 12 ഇത്രയും പഞ്ചവത്സര പദ്ധതികളുടെ അവർ അച്ചീവ് ചെയ്ത റേറ്റ് എത്രയാണെന്നും അവർ ടാർഗറ്റ് ചെയ്ത റേറ്റ് എത്രയാണെന്നും നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികൾ വന്ന സമയത്ത് ചില സ്കീമുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്കീമുകൾ ഏതൊക്കെയാണെന്നും കൂടി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ പഞ്ചവത്സര പദ്ധതി എന്നുള്ള ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ എന്താണ്? ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക എന്നുള്ളതാണോ, അതോ താരിഫ് നിരക്കുകൾ കുറയ്ക്കുക എന്നുള്ളതാണോ, ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ ഈ 4 ഓപ്ഷൻസ് മുകളിൽ പറഞ്ഞവയെല്ലാം എന്നതാണോ? അപ്പൊ ഇതിന്റെ ആൻസർ നോക്കിക്കേ, മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. ഈ 3 ഓപ്ഷൻസും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മുടെ NEP ന്യൂ ഇക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. LPG റീഫോംസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്? M. വിശ്വേശ്വരയ്യാണ്. അപ്പോൾ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, PC മഹാലനോബിസ്. അപ്പോൾ PC മഹാലനോബിസ് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയാണ് PC മഹാലനോബിസ്. M. വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ്. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും നമ്മുടെ LPG റീഫോംസ് അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക് പോളിസി എന്ന ഭാഗത്തു നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ? ഉദാരവൽക്കരണമാണോ, സ്വകാര്യവൽക്കരണമാണോ, ആഗോളവൽക്കരണമാണോ, അതോ ഇവയെല്ലാം? ഇതിൽ ഏതാണ് ആൻസർ? ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് LPG റീഫോംസ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് 3 എന്താണ്? ഇത് 3 നമ്മുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴാണ് നമ്മുടെ പുത്തൻ സാമ്പത്തിക നയങ്ങൾ പ്രഖ്യാപിച്ചത്? ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ആ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു? അതുപോലെ തന്നെ ഈ ഓരോന്നും ഇപ്പം സ്വകാര്യവൽക്കരണം എന്ന് വെച്ചാൽ എന്താണ്, ഉദാരവൽക്കരണം എന്ന് വെച്ചാൽ എന്താണ്, ആഗോളവൽക്കരണം എന്ന് വെച്ചാൽ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം ഈ NEPന്റെ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ
ക്രോപ്പിംഗ് പാറ്റേണും സീസൺസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നും ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതുപോലെ തന്നെ ഇക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ? ഖാരിഫ് ക്രോപ്സ് എപ്പോഴാണ് വിളവെടുക്കുന്നത്? ആ ഒരു ടൈം പീരീഡ് ഏതാണ്? ഡിസംബർ ടു ജനുവരി ആണോ, ജൂൺ ടു ജൂലൈ ആണോ, അതോ സെപ്റ്റംബർ ടു ഒക്ടോബർ ആണോ, അതോ ഏപ്രിൽ മുതൽ മെയ് വരെയാണോ? എന്താണ് ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ എന്നുള്ളതാണ്. അപ്പം ഖാരിഫ് സീസൺ വിളവെടുക്കുന്ന സമയമാണ് ഏതെന്ന് പറയുന്നത്? സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. അപ്പൊ വിളവിറക്കുന്ന സമയം എന്ന് പറയുന്നത് ഏതാണ്? വിളവിറക്കുന്ന സമയം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അല്ലെ. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. ഇതുപോലെയുള്ള മറ്റ് സീസൺസ് ഏതൊക്കെയാണ് നമുക്ക് വേറെ പഠിക്കാനുള്ളത്? റാബി സീസൺ നമുക്ക് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ സെയ്ദ് സീസൺ ഉണ്ട് അല്ലേ. അപ്പൊ ഈ ഓരോ സീസൺസിന്റെയും ഒരു ടൈം പീരീഡ് നിങ്ങൾ പഠിക്കുക. വിളവെടുക്കുന്ന ടൈം ഏതാണ്, വിളവിറക്കുന്ന ടൈം ഏതാണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഈ സീസൺസിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട ക്രോപ്പുകൾ ഏതൊക്കെയെന്നും കൂടി നിങ്ങൾ പഠിക്കണം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഓരോ സീസൺസിലും വരുന്ന ക്രോപ്പുകളൊക്കെ ഒരു കോഡ് വെച്ച് പഠിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി റിവൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ അല്ലേ. പണച്ചുരുക്കമാണോ, നിശ്ചലാവസ്ഥയാണോ, പണപ്പെരുപ്പമാണോ, അതോ ഇവയൊന്നുമല്ല എന്നതാണോ? ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില തുടർച്ചയായിട്ട് വർദ്ധിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇൻഫ്ലേഷൻ എന്നാണ് അല്ലേ, അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി, പണപ്പെരുപ്പം എന്നതാണ്. ഇൻഫ്ലേഷന്റെ ഭാഗത്തു നിന്നും നിങ്ങൾ ഇൻഫ്ലേഷൻ എന്താണെന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിനുശേഷം നിങ്ങൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എത്രയാണ്, ആർ ബി ഐ ഫിക്സ് ചെയ്തിരിക്കുന്ന ഇൻഫ്ലേഷൻ ടാർഗറ്റ് എത്രയാണെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എത്രയാണ് നമ്മൾ RBI ഫിക്സ് ചെയ്തിരിക്കുന്ന ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത്? 4% ആണ്. അതെന്താകാം? +or-2 ആകാമെന്ന് RBI പറയുന്നുണ്ട്. അതായത് ഈ 4% എന്നുള്ളത് 2 പുറകിലേക്കോ 2 മുന്നിലേക്കോ വരാം. അതായത് 2നും 6നും ഇടയിൽ നിൽക്കുന്നതാണ് ഒരു എക്കോണമിക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻഫ്ലേഷൻ റേറ്റ് എന്നാണ് RBI പറയുന്നത്. അപ്പോൾ RBIയുടെ ഇൻഫ്ലേഷൻ റേറ്റ് എത്ര, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എത്രയാണെന്നുള്ളതൊക്കെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഒരു എക്കോണമിയിലെ ഗ്രോത്ത് അളക്കുന്ന അളവുകോൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ സി, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ? ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ GDP, GNP എന്ന ടേംസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇതിന്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം നമുക്ക് അറിയാം ഇതിന്റെ ആൻസർ എന്താണ്? നബാർഡാണ് ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്ക് അല്ലേ. അപ്പൊ നബാർഡ് എന്താണ്, നബാർഡ് വന്ന വർഷം, അതുപോലെ തന്നെ നബാർഡിന്റെ ഫുൾ ഫോം എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും എന്തിൽ നിന്നാണ്? ഹരിത വിപ്ലവത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എവിടെ നിന്നുള്ളതാണ്? ഗ്രീൻ റവല്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള. ഇത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗ്രീൻ റവല്യൂഷനിൽ നിന്നുള്ളത്. ഈ ചോദ്യം നോക്കിക്കേ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തത്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഈ സെയിം സ്റ്റേറ്റ്മെന്റ്സ് തന്നെയായിരുന്നു മുന്നത്തെ ക്വസ്റ്റ്യനിലും വന്നത്. പക്ഷെ 4th സ്റ്റേറ്റ്മെന്റ് മാത്രമേ അവിടെ വ്യത്യാസപ്പെട്ട് വന്നിട്ടുള്ളൂ അല്ലേ. 4th സ്റ്റേറ്റ്മെന്റ് എന്താ? ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെട്ടു. അതാണ് 4th സ്റ്റേറ്റ്മെന്റ്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സും മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതാ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ നിങ്ങൾ നോക്കിക്കേ. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. നമുക്കറിയാം അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ കുറച്ച് മുന്നേ എന്ത് ചെയ്തിട്ടുള്ളൂ? കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ നമുക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്യാനൊന്നുമില്ല അല്ലേ. തേർഡ് സ്റ്റേറ്റ്മെന്റും എന്താണ്? തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇറക്കുമതിയിലുള്ള ആശ്രയത്വം നമ്മുടെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ. 4th സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെട്ടു. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 and 4 ആണ്. അതായത് ഈ
ഈ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും എന്താണ്? എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? നോർമാൻ ബോർലോഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്ത ഏത് 5 ഇയർ പ്ലാനിന്റെ ടൈമിലായിരുന്നു ഇന്ത്യൻ ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത്? 3rd 5 ഇയർ പ്ലാൻ അല്ലേ? നമ്മുടെ ഒരു 3ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ റെവല്യൂഷനിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്ത സീഡ്സ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ്. ഹൈ ഈൽഡ് HYV സീഡ്സ് എന്നാണ് നമ്മൾ യൂസ് ചെയ്ത സീഡ്സ് അറിയപ്പെട്ടിരുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ക്വസ്റ്റ്യൻ. മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങളൊന്ന് നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ, മണി സപ്ലൈ കുറയ്ക്കുന്നതിനായി ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് കൂട്ടണം. തേർഡ് സ്റ്റേറ്റ്മെന്റ്, സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും RBIയുടെ മോണിറ്ററി പോളിസി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ബാങ്ക് റേറ്റ് എന്താണ്, റിപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അറിയുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ, ഇത് ഒരു കോൺസെപ്ച്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ 1ഉം 3ഉം മാത്രം എന്നതാണ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്നവയിൽ ധനനയവും, നേരത്തെ മോണിറ്ററി പോളിസിയിലെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫിസ്ക്കൽ പോളിസി, ധനനയവുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? കീവേഡ് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതും ഏതിൻ്റെയാണ്? ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയത്തിൻ്റെത്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. മോണിറ്ററി പോളിസി അല്ലെങ്കിൽ പണനയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് RBI ആണെങ്കിൽ ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം നോക്കുന്നത് ആരാണ്? നമ്മുടെ ഗവൺമെന്റ് ആണ്, ഫിനാൻസ് മിനിസ്ട്രിയാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിക്കേ. പണപ്പെരുപ്പമുള്ളപ്പോൾ, അതായത് ഇൻഫ്ലേഷൻ ഉള്ളപ്പോൾ ഗവൺമെന്റ് ചെലവുകൾ കൂട്ടുന്നു. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. പണച്ചുരുക്കമുള്ളപ്പോൾ ഡിഫ്ലേഷൻ, പണച്ചുരുക്കമുള്ള സമയത്ത് നികുതി നിരക്കുകൾ കുറയ്ക്കുന്നു. ഓപ്ഷൻ സിയിൽ എന്താ പറയുന്നത്? പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് കടം വാങ്ങുന്നത് കുറയ്ക്കുന്നു. അപ്പം ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ എന്നുള്ള ടേംസ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് അവിടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു ആൻസർ നമ്മൾ എത്തുള്ളൂ. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, എ മാത്രം. അതായത് ഇൻഫ്ലേഷൻ ടൈമിൽ ഗവൺമെന്റ് ചെലവുകൾ കൂട്ടുന്നു എന്നത് മാത്രമാണ് ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ബാക്കി സ്റ്റേറ്റ്മെന്റുകൾ, ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സും എന്താണ്? കറക്റ്റ് ആണ്. അതായത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമുക്കിപ്പം എക്കോണമിയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ മണി സപ്ലൈ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഗവൺമെന്റ് വീണ്ടും വെൽഫെയർ ആക്ടിവിറ്റീസ് ആയിട്ടും അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും ഗവൺമെന്റ് ചെലവുകൾ കൂട്ടുകയാണെന്ന് കരുതുക. അങ്ങനെ കൂട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ എക്കോണമിയിലെ മണി സപ്ലൈ വീണ്ടും കൂടുകയല്ലേ ഉള്ളത്. അതായത് പണപ്പെരുപ്പ് എന്ത് ചെയ്യും? വീണ്ടും കൂടും. അപ്പം അതെന്താണ്? പണപ്പെരുപ്പ് ഉള്ളപ്പോൾ ഗവൺമെന്റ് ചെലവുകൾ കൂട്ടുകയല്ല ചെയ്യുന്നത്. ഗവൺമെന്റ് എന്താ ചെയ്യുക? ചെലവുകൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതിന്റെ ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ 1950 ഉണ്ട്, 49 ഉണ്ട്, 51, 52 ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ എപ്പോഴാണ് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? എപ്പോഴാണ്? ഓപ്ഷൻ എ ആണ്. 1950 മാർച്ച് 15-നാണ് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ആസൂത്രണ കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ബോഡീനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? നീതി ആയോഗ് അല്ലേ? നീതി ആയോഗ് വന്ന വർഷം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 2015
ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയായിരുന്നു, പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്തും പഠിക്കണം, നീതി ആയോഗിനെ പറ്റിയും കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു മേഖലകളിൽ നിന്നൊക്കെ തന്നെയാണ് നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് എക്കണോമിക്സിന്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയി ചോദിച്ചിരിക്കുന്ന മേഖല ഏതാണ്. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഗ്രീൻ റെവല്യൂഷൻ ആണ്, അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻസ് ആണ്, പിന്നെ RBIയുടെ മോണിറ്ററി പോളിസിയാണ്. അപ്പോൾ 5 ഇയർ പ്ലാൻസ് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് എന്നീ മേഖലകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് PYQസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? ഇതുപോലെ PYQs ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. CCയുടെ ബൂസ്റ്റർ ബാച്ചിലൂടെ ഒരു 15 ദിവസത്തെ ബൂസ്റ്റർ ബാച്ച് കോഴ്സാണിത്. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡെയിലി 2 അവർ ലൈവ് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഡെയിലി ടോപ്പിക് റിവിഷനും അതിനുള്ള മോക്ക് എക്സാംസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ബാച്ചിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ PYQ സീരീസിൻ്റെ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്